പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി നിലനിൽക്കുന്ന ജലബോംബ്, കേരളം ചുമക്കുന്ന തമിഴ്നാടിൻ്റെ കുരിശ്. ഇതാണ് ഇന്ന് മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ. ഓരോ മഴക്കാലത്തും പ്രളയം പോലെ തന്നെ വലിയ ആദിയാണ് മുല്ലപ്പെരിയാറും നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ അത്ര വലിയ പ്രശ്നമാണോ? അത് തകരാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. മഴക്കാലത്ത് മാത്രം ഉയർന്നു വരുന്ന ഒരു വിവാദ വിഷയമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിൻ്റെ കഥ ആരംഭിക്കുന്നത് ഏകദേശം 200 വർഷം മുൻപാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 1887 മുതൽ 1895 വരെയുള്ള കാലത്താണ് അണക്കെട്ട് പണി കഴിപ്പിക്കുന്നത്. പെരിയാർ നദിയിൽ നിന്നും തമിഴ്നാട് ഭാഗത്തേക്ക് വെള്ളം തിരിക്കാനാണ് ഈ ഡാം നിർമ്മിച്ചത്. ഇത് തെക്കൻ തമിഴ്നാട്ടിലെ വരൾച്ച നേരിട്ടിരുന്ന പ്രദേശത്തേക്ക് വെള്ളമെത്തിക്കുകയും കൃഷിക്കും മറ്റും സഹായകരമാവുകയും ചെയ്തു. പക്ഷേ വളരെ കാലമായി കേരളവും തമിഴ്നാടും തമ്മിൽ തുടരുന്ന തർക്കത്തിൻ്റെ കേന്ദ്രമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. അണക്കെട്ടിൻ്റെ സുരക്ഷയും ജലവിതരണവും ചുറ്റിപ്പറ്റിയുള്ളതാണ് പ്രധാന തർക്കം. അണക്കെട്ട് പ്രായാധിക്യത്താൽ സുരക്ഷിതമല്ലെന്നും ഭൂകമ്പ സാധ്യത ഉണ്ട് എന്നും കേരളം വാദിക്കുന്നു. അണക്കെട്ടിൻ്റെ പ്രായവും പ്രദേശത്തെ സജീവമായുള്ള ഭൂകമ്പ സാധ്യതയും മൂലം അണക്കെട്ടിന് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി എന്ന പ്രശ്നമുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റി പല പഠനങ്ങളും പരിശോധനകളും തന്നെ നടന്നിട്ടുള്ളതാണ്. ഈ പ്രശ്നം പല നിയമ പോരാട്ടങ്ങൾക്കും വഴി തുറന്നിരുന്നു. ഇതിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയും ഉൾപ്പെടുന്നു. ജലനിരപ്പ് നിശ്ചിത ഉയരത്തിൽ നിലനിർത്തണമെന്നും സുരക്ഷാ മാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. അണക്കെട്ടിൻ്റെ അടുത്തായി പെരിയാർ വന്യജീവി സങ്കേതം നിലനിൽക്കുന്നതിനാൽ അണക്കെട്ടിലെ ജലനിരപ്പ് കൂടുന്നതും ഒഴുക്കും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരേ സമയം ഭയവും പ്രതിസന്ധികളും നിറഞ്ഞതുമായ ഒരു ഘടകമായി ഇന്നും തുടരുന്നു. തമിഴ്നാടിൻ്റെ ജല ആവശ്യവും കേരളത്തിൻ്റെ സുരക്ഷാ പരിസ്ഥിതിയും തമ്മിൽ സമത്വം പാലിക്കേണ്ടതുണ്ട്. അതിനൊക്കെ പരിഹാരമായി പുതിയൊരു ഡാം നിർമ്മിക്കേണ്ടതില്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.